ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പിയുടെ കൊലപാതകത്തിൽ 3 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. വാടകക്കൊലയാളികളായ വിശാൽ ശ്രീവാസ്തവ, മായിൻ മിശ്ര, രാജ് സിംഗ് എന്നിവരാണ് പിടിയിലായത്. ശ്രീനാഥചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, ഏറ്റവും പ്രധാനമായി നമുക്ക് ലഭിക്കേണ്ട വിവരം ആരുടെ കൊട്ടേഷൻ എന്നുള്ളതാണ് വിവരങ്ങൾ. ഏതായാലും പ്രതികളെ ഇപ്പോൾ ബാറാസത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അവരെ റിമാൻഡ് ചെയ്തു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതെന്തായാലും പ്രതികളെ ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുള്ളത്. ചന്ദ്രകാന്ത് റഥിനെ കൊലപ്പെടുത്തിയത് എന്തിന്, അത് ആര് നൽകിയ കൊട്ടേഷൻ എന്ന വിവരമാണ് ലഭിക്കേണ്ടത്. ഇപ്പോൾ പിടിയിലായ 3 വാടക കൊലയാളികളാണെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പലർക്കും 20-ലേറെ ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. വിശാൽ ശ്രീവാസ്തവ ബീഹാർ സ്വദേശിയാണ്. ബാക്കി 2 പേർ ഉത്തർപ്രദേശ് സ്വദേശികളാണ്. ബീഹാർ പോലീസിന്റെയും ഉത്തർപ്രദേശ് പോലീസിന്റെയും സഹകരണത്തോടെ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതികളെ പോലീസിന് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞത്. ഈ കൊലപാതകം നടന്ന ദിവസം ഒരു കാറിലും 2 ബൈക്കിലും എത്തിയാണ് ഈ കൊലപാതകം അവർ നടത്തുന്നത്. ഈ 2 വാഹനങ്ങളും, ഈ കാറും ബൈക്കും ഒക്കെ തന്നെ പോലീസിന്റെ കൈവശമുണ്ട്. ഇതൊക്കെ തന്നെ മോഷ്ടിച്ചു കൊണ്ടുവന്ന വാഹനമാണ് എന്ന കാര്യത്തിലും സ്ഥിരീകരണമുണ്ട്. അതിലുണ്ടായിരുന്ന നമ്പർ പ്ലേറ്റുകൾ വ്യാജമാണ് എന്നതും പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം പ്രതികൾ രക്ഷപ്പെട്ടത് ചുവന്ന കാറിലാണ് എന്നത് പോലീസ് കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കൊൽക്കത്തയിൽ തന്നെയുള്ള ഒരു ടോൾ ബൂത്തിൽ പ്രതികൾ UPI വഴി പണം നൽകുന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നീടാണ് അത് ഒരു ലീഡാക്കി മാറ്റി ശാസ്ത്രീയമായ അന്വേഷണത്തിൽ പ്രതികളെ പുറകെ തന്നെ പോലീസ് ചെന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ബീഹാർ പോലീസിനെയും ഉത്തർപ്രദേശ് പോലീസിനെയും ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കി പ്രതികളെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും സുവേന്ദു അധികാരി ഇത് തൃണമൂൽ കോൺഗ്രസ് നൽകിയ കൊട്ടേഷനാണ് എന്ന കാര്യം അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു സ്ഥിരീകരണം പ്രതികളിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.